ഹലോ ഗൈസ്, നാടൻ സിറ്റി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ആരും ചെയ്യാത്ത നമ്മളെ കൊണ്ട് പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പരീക്ഷണമാണ്. പറ്റും ഉറപ്പുണ്ടോ? ഓക്കെ, അപ്പൊ പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് ഇന്നത്തെ വീഡിയോ. പോഡ്കാസ്റ്റിന്റെ ടോപ്പിക് എന്താണ്? സിനിമ. 2024 നമ്മൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ടോപ്പ് 10 മൂവീസ്. അതായത് ഓരോരോ ആൾക്കും ഇഷ്ടപ്പെട്ട. ഇപ്പൊ എന്റെ ടോപ്പ് 10 ആയിരിക്കില്ല കൊണ്ടൊരു ടോപ്പ് 10. കൃഷ്ണൻ ടോപ്പ് 10. അങ്ങനെ ഓരോരാള് പേഴ്സണൽ ടോപ്പ് 10 എടുത്തിട്ട് നമുക്ക് വിലയിരുത്താൻ പോകണം. ഓക്കെ, അപ്പൊ ആൾക്കാർക്കൊന്ന് സ്വയം പരിചയപ്പെടാം. സ്വയം പരിചയപ്പെട്ടിട്ട് നമ്മുടെ സിനിമയോടുള്ള വീക്ഷണം എന്താണെന്നുള്ളത് ഒന്ന് തുറന്നു പറയാം. എന്താണ് സിനിമ, ഏത് രീതിയിലുള്ള സിനിമയോടാണ് താല്പര്യം? 2024 ഈ വർഷത്തെ സിനിമകളെ പറ്റിയുള്ള അഭിപ്രായം എന്താണ്? ഓക്കെ, സ്റ്റാർട്ടിങ് തുണ്ടു. എനിക്ക് കോമഡി സിനിമ ഇഷ്ടം. കോമഡി സിനിമയോട് താല്പര്യം. പക്ഷെ ഇക്കൊല്ലം കോമഡി സിനിമ കുറവാണുണ്ടായത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്ന് ഷീറ്റ് പേപ്പറിൽ തുണ്ടെഴുതിട്ടാണ് 2024 പറയുമ്പോ കൊറേ നല്ല സിനിമ, കൊറേ മോശം സിനിമ, എല്ലാ രീതിയിലും ഇറങ്ങിയൊരു വർഷമാണ്. അതേപോലെ തന്നെ ഈ വർഷമായിരിക്കും ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള ഒരു വർഷമായിരിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ കണ്ട ഒരു വർഷമാണ് 2024. കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ സിനിമ കണ്ട ഒരു വർഷമാണ് 2024. വിളിക്കും ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഗൂഗിളിൽ നല്ല ഇല്ല, എനിക്ക് അധികം ഇഷ്ടപ്പെടുന്ന കുറെ എക്സ്പീരിയൻസ് മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ വേറെ വെറൈറ്റി ജോണേഴ്സ് ഞാൻ മാക്സിമം പ്രിഫർ ചെയ്യാറുണ്ട് കുറെ സിനിമകൾ. ഇത്രേ ഉള്ളൂ. ഏകദേശം ഒരു സിനിമ ലോകമാണ് എപ്പോഴും. എനിക്കൊന്ന് 2024 ഏറ്റവും കുറെ മലയാളത്തിൽ കുറെ ബെസ്റ്റ് പടങ്ങൾ ഇറങ്ങിയത് 2024. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സിനിമകൾ ഞാൻ സെലക്ട് ചെയ്തു. അതിലേക്ക് പോകാന്ന് ശരി. ഓക്കെ, ഞാൻ പറയാൻ സിനിമ ഞാൻ വർഷത്തിന്റെ പകുതി ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് സിനിമകൾ കണ്ടതും മുഴുവനും ഫോണിലും കാര്യങ്ങളായിട്ടാണ്. ഇവിടെ നാട്ടിലെത്തിയതിനു ശേഷമാണ് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ തുടങ്ങിയതും എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയതും. ഞാൻ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്ന ജോണർ എന്ന് പറഞ്ഞാൽ ത്രില്ലേഴ്സ്, മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് അങ്ങനെയാണ്. സോ അപ്പോൾ എൻ്റെ ടോപ്പ് 10 അത് മാക്സിമം പ്രതിധ്വനിക്കും എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഡ്രാമാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് ലിസ്റ്റിലോട്ട് പോകാൻ എവിടെ വേണമെങ്കിൽ തുടങ്ങാം. അപ്പോൾ നമ്മളെ ഒരു കാര്യം പറയാൻ പറ്റുന്നുണ്ട്, 10 താഴോട്ട് തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യ മാത്രമേ ചൂസ് ചെയ്തിട്ടുള്ളൂ. ഹോളിവുഡ് ബോളിവുഡ് ഒന്നുമില്ല. നമ്മുടെ സൗത്ത് ഇന്ത്യ 2024 ടോപ്പ് 10 എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് പറയാം. ഇന്ത്യൻ മൂവീസ് ആയിട്ട് അങ്ങനെ നല്ല സിനിമകൾ അല്ലെങ്കിൽ ഇപ്പൊ ഇൻഡസ്ട്രിയിൽ ഭരിക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ. സോ അപ്പം ഓരോരാളുടെ ലിസ്റ്റിലെ 10ാമത്തെ മൂവി ഏതാന്ന് നോക്കാം. വിഷ്ണു, എന്റെ ലിസ്റ്റിൽ 10ാമത്തെ മൂവി എന്ന് പറയുന്നത് പുഷ്പ 2. അർജുന്റെ പണ്ടത്തെ മൂവിയൊക്കെ ഇഷ്ടം. പണ്ടുണ്ടായിരുന്നു, പണ്ട് കാലത്തുണ്ടായ മൂവിയൊക്കെ എനിക്ക് ഭയങ്കര അന്നത്തെ ഇൻസ്പിറേഷൻ ആയിരുന്നു മറ്റ് പല കാര്യങ്ങളും. അത് പണ്ടത്തെ നമ്മളെ ഫേസ്ബുക്കിൽ മറ്റേ നീല കളർ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്ന സമയത്തില്ലേ ആ ടൈമിൽ അപ്പൊ പുഷ്പ 2 ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അതിലെ ആക്ഷൻ, പിന്നെ അവര് അതിനെടുത്തിട്ടുള്ള ഒരു എഫേർട്ട്. പുഷ്പ 1 പുഷ്പ 2 കമ്പയർ ചെയ്യുമ്പോൾ 1 ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. 2 അത്ര ഒരു കണക്ഷൻ വന്നിട്ടില്ല, എന്നാലും ഓക്കെ ആണ്, എന്റർടൈൻമെന്റ് ആണ്. മൂവിന്ന് രശ്മികൾക്ക് നാഷണൽ അവാർഡോ എന്തോ അവാർഡ് കിട്ടുന്ന
അല്ല അത് ഫസ്റ്റ് അഭിപ്രായം അല്ല സിനിമയിൽ അല്ലു അർജുൻ മാത്രമേ മികച്ചത് വേറെ മികച്ചെന്ന് വെച്ചാൽ രശ്മിയുടെ അഭിനയം വലിയ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവർക്ക് എന്താ കിട്ടി അത് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് കറക്റ്റ്. പിന്നെ അത് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതൊന്നും വലിയ മോശമൊന്നുമില്ല, നന്നായിട്ട് അവരുടെ സൈഡിലോ ഓക്കെ. പക്ഷെ ഈ സിനിമ കഴിഞ്ഞിട്ട് ഫഹദ് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് പുഷ്പ 2 ഒരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആ ഡയറക്ടറോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ സെറ്റ് ചെയ്തത്. അങ്ങനെയൊന്നുമില്ല, അതിൽ അവന് കറക്റ്റായിട്ട് അവന് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ടാണ് ചെയ്തത്. എന്റെ 10ാമത്തെ മൂവി സൂക്ഷ്മദർശി. ഞാൻ ഈ തിയേറ്ററിൽ പോയിട്ട് കാണാൻ മിസ്സായിരുന്നു. ഞാൻ ലാസ്റ്റ് 2025 ഞാൻ കണ്ടത്. സൂക്ഷ്മദർശിനി നല്ല സിനിമയാണ്. എനിക്കൊരു അതൊരു മേക്കിംഗ് ഒരു ഹോളിവുഡ് ടൈപ്പ് ഓഫ് മേക്കിംഗ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ഷെർലക് ഹോംസ് ആ ഒരു ടൈപ്പ് ഓഫ് മൂവീസിന്റെ മേക്കിംഗ് പോലെ തോന്നിയിട്ടുണ്ട്. മേക്കിംഗ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ ജസ്രിയ പണ്ടത്തെ കൃഷി നസ്രിയന്റെ ഒരു തിരിച്ചറിവുള്ള രീതിയിൽ നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥിന്റെ മറ്റേ ദിസ് ഇസ് നോട്ട് എ പ്ലാൻ. പക്ഷെ എന്നെ സംബന്ധിച്ച് സൂക്ഷ്മദർശിനി ഞാനൊരു ടൈം ആകുമ്പോൾ എനിക്കത് ഗസ് ചെയ്യാൻ പറ്റും. സോ അത്ര അല്ല മൂവിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നില്ല. പക്ഷെ ആ ഗസ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടാണ് ഇത് പോകുന്നില്ല ഒരു രീതിയിൽ എനിക്ക് ഓൾറെഡി തോന്നി. സോ കണ്ടന്റ് ആ ഒരു എന്താണ് ലെസ്ബിയൻ റിലേഷൻഷിപ്പിന്റെ അതൊന്നുമല്ല, പക്ഷെ ഈ അമ്മച്ചി ഇൻക്ലൂഡഡ് ആണെന്നില്ല രീതിയിൽ എനിക്ക് ഓൾറെഡി ഒരു മൈൻഡ് പോയതുകൊണ്ട് അങ്ങനെ എനിക്ക് ആ മൂവി അവസാനിച്ചുകൊണ്ടൊരു ഇത് കിട്ടിയില്ല. സൂക്ഷ്മദർശിനെ പറ്റി ഇഷ്ടമില്ല. എനിക്ക് കണ്ടത് വെച്ച് എനിക്ക് അത്ര നേരത്തെ ഓൾറെഡി പ്രഡിക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്റെ 3 നമ്പർ 3 ഞാൻ 2 പ്രാവശ്യം കണ്ടു. ഒരിക്കൽ നമ്മളോടെ വന്നു ചില സാഹചര്യങ്ങളുടെ 2 പ്രാവശ്യം കാണേണ്ടി വന്നു. 2 പ്രാവശ്യം ഭയങ്കര നോക്കിയിട്ടാണല്ലോ നമ്പർ 10 to നമ്പർ 3. അത് ഇവര് കണ്ട സിനിമ വ്യത്യാസം. ഞാൻ അധികം സിനിമ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് എന്റെ നമ്പർ 10 വാഴ. എന്താ വാഴ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. നമ്മളെല്ലാവരും ഒരു കാലത്ത് അനുഭവിച്ചതും കുറെ ആൾക്കാർ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ കുറെ കാര്യങ്ങൾ. ഞാൻ ഓക്കെ മൂവിയുടെ ഒരു കോമഡി ലൈനായാലും പുതിയ കുറെ ആൾക്കാർ വെച്ചിട്ടുള്ള അഭിനയങ്ങളായാലും അധികം റീലുള്ള ആൾക്കാരും പിന്നെ പുതിയ കുറച്ച് ആൾക്കാരും കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും തമ്മിലുള്ള ഒരു കോമ്പോയും ജഗദീഷ് കോട്ടയം നസീർ അച്ഛൻ റോഡിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഏകദേശം മ്യൂസിക് ഉണ്ട്, നല്ല മ്യൂസിക് അല്ലേ. പക്ഷെ ആഷിർ കുറച്ചും കൂടി വേണമായിരുന്നു. ആഷിറിനെ കോമഡി അടുത്ത സിനിമ ഉണ്ടല്ലോ വാഴ 2 അനൗൺസ് ചെയ്ത് പറയുന്നത് തോന്നുന്നില്ല. എനിക്ക് കുറേ പടം അങ്ങനെ അടുത്ത പടം തോന്നില്ല. പേരെന്തത് സന്തോഷ് ട്രോഫി അടുത്ത സിനിമ. ആനന്ദമേനോ അത് വാഴാറ്റു ആണോ എന്നൊക്കെ സംശയമുണ്ട്. ഞാൻ എവിടെയോ ഇങ്ങനെ കണ്ട പോലെ ന്യൂസിന്തോ കണ്ടോ തോന്നുന്നു. എനിക്കറിയില്ല, ഡയറക്ടർ കറക്റ്റ് അറിയില്ല. ഓക്കെ. അപ്പൊ എന്റെ നമ്പർ 10 പറഞ്ഞു. എന്റേത് അന്വേഷിക്കുന്നുണ്ട്. കണ്ടെത്തും അത് ഈ വർഷം ഫസ്റ്റ് ഇറങ്ങിയ ഫെബ്രുവരി അത് ഹിറ്റ് അടിക്കുന്ന സമയത്ത് പ്രമയുഗം അവരുടെ അല്ലേ പ്രമയുഗത്തിന്റെ കൂടെ ഇറങ്ങി ഏകദേശം ആ ടൈമിൽ തന്നെ. ആ ടൈം അതെ അതെ ഹോസ്റ്റലർ അങ്ങനെ പക്ഷെ അതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നു. എനിക്കും മലയിക്കോട്ടെ വാഹനിമനും പ്രമയുഗം പ്രേമലു ആ ഒരു അന്വേഷണം കണ്ടെത്തും. എന്താ മൂവിനെ ഹടാതാകർഷിച്ചതാണ്. ത്രില്ലർ മൂവിയല്ലേ? എന്നാലും രണ്ട് സമയത്തില്ലല്ലേ? അല്ല ഒന്നില് മൊത്തം ഒരു ഇതിന്റെ അന്വേഷണം, രണ്ടാമത്തേല് മൊത്തം രണ്ടാമത്തേന്റെ അന്വേഷണം അല്ലേ.
ഏത് കഥ ഇഷ്ടപ്പെട്ടു? ഒന്നാമത്തെ രണ്ടാമത്തെ ടോവിനോട് ഫാനാണ്. ഇഷ്ടപ്പെട്ട ആക്ടർ പറയാൻ പറഞ്ഞാൽ പറയും. ആകെ 3 പടം ഉണ്ടായിരുന്നു. അല്ല ഇപ്പൊ ഒരു യങ് ജനറേഷനിൽ ഇഷ്ടപ്പെട്ട അല്ല ഇപ്പൊ ആരോടും മലയാളത്തിൽ ആരോടും ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ പറയാൻ പറ്റുന്നത് ഒന്നെങ്കിൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന മമ്മൂട്ടി ആയിരിക്കും, അല്ലെങ്കിൽ മോഹൻലാലായിരിക്കും. അതല്ല അത് ഇപ്പോൾ ജനറേഷൻ ആരോട് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ പിക്ക് ഇപ്പം നിവിൻ പോളി എന്തോ കൂടുതൽ ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്റെ മനസ്സിലേക്ക് ആരും വരുന്നില്ല. എങ്ങനെ വരുന്നത് പൃഥ്വിരാജ് ഇപ്പൊ ഇല്ലെന്ന് പൃഥ്വിരാജ് ലാസ്റ്റ് പോയൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാലേ ഞാൻ ആസിഫ് അലിനെ പിക്ക് ചെയ്യണം. ഞാനൊരു ആസിഫ് അലി ഫാനായി മാറുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. ആ പഴയൊരു മൂവിയില്ലേ നിർണായകോ നിർണായകം അത് കണ്ടിട്ട് അത് പൊളിഞ്ഞോടാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു മൂവി കോർപ്പറേറ്റ് ഡ്രാമ. നൈസ് മൂവിയാണ്. ആ ഒരു പടം തൊട്ട് ഞാൻ ആസിഫ് അലിനെ പറയുന്നു. ഓക്കെ, ടോപ്പ് 10 കഴിഞ്ഞു തോന്നുന്നല്ലേ? സോ ഇതാണ് 4 പേരുടെ ടോപ്പ് 10 ലിസ്റ്റ്. ഇവിടെ എഡിറ്റർ ചേർക്കുന്നു. എഡിറ്റർ ചേർക്കില്ലേ? ഓക്കെ, ഗോയിങ് ടു ടോപ്പ് 9. 9ാമത്തെ ലിസ്റ്റില്ലേ? എവിടെ നിന്ന് പറയണ്ടേ? ഇത് പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ. എന്റെ ഒരു 9ാമത്തെ ഏതാന്ന് വെച്ചാൽ അടിയോ സമീപം. ഞാൻ തിയേറ്ററിൽ നിന്നുണ്ട്, ഞാൻ ഫോണിലാണ്. അത് എങ്ങനെയാന്ന് വെച്ചാൽ സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ പറ്റി പറയുന്നത്, പിന്നെ അവര് ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ചെറിയൊരു ഫ്രണ്ട്ഷിപ്പിനെ പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടാൻ. അവര് രണ്ടുപേരും തമ്മിലൊരു സിങ്ക് അടിപൊളിയാണ്. അതൊരു സിനിമ നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൂവി ഇഷ്ടപ്പെടാനുള്ള സാധ്യത. ബാക്കി കുറെ ആൾക്കാർക്ക് ആ മൂവി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് ആ മൂവി നമ്മുടെ ഫേവറേറ്റ് ആയിരിക്കും. അങ്ങനെയാണ് അത് ഇഷ്ടപ്പെട്ടത്. പിന്നെ സുരാജിന്റെ ഒക്കെ അഭിനയം നല്ല അത് രണ്ടുപേരും നല്ല പോകും. അതാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. എന്റെ 9ാമത്തെ മൂവി പറയാനൊന്നുമില്ല, നല്ല സിനിമയായിരുന്നു. ടോട്ടലി ടെക്നിക്കലി ആയാലും എല്ലാം അഭിനയമായാലും സൂപ്പർ സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ അതേപോലെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ, ആ ഒരു മിത്തായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത്. അതെ, ഇവിടെ പക്ഷെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തോ ആ ഒരു മിത്തുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്ട് ആയി. ആ ഒരു മിത്തും ആ ഒരു ഫാന്റസി വേൾഡുമായിട്ട് ആ ഒരു സംഭവമായിട്ട് ഞാൻ ഭയങ്കര കണക്ട് ആയി. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ടോട്ടലില് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ട് ഒഴിവാക്കേണ്ടി വന്നൊരു മൂവിയാണ്. എന്റെ ടോപ്പ് അടിയോ സമീപമില്ലായിരുന്നു. എത്ര നമ്പർ? എന്റെ ഫസ്റ്റ് നമ്പർ 1 മൂവിയാണ്. ക്ലാഷ് ഉണ്ട് കേട്ടോ. 9, 1, 5 എനിക്ക് ആഡ് ചെയ്യണമെന്നുണ്ടായി. അങ്ങനെ ആഡ് ചെയ്യണമെന്നുണ്ടായിട്ട് മിസ്സായ കുറെ മൂവീസ് ഉണ്ട്. ആഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് സിനിമ ഡയറക്ടറെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തല്ലേ? പാട്ടും മ്യൂസിക്കും എനിക്കറിയാം. പക്ഷേ ഷെട്ടി അതിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അടിപൊളിയായിരുന്നു. പുതുമുഖ നടിക്ക് ഇത്രയും അല്ല വേറെ സിനിമ മലയാളത്തിലുള്ള ഫസ്റ്റ് പടം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ അവൾ ആദ്യമായിട്ടാണ് ഇത്രയും അഭിനയിച്ചിട്ടൊരു മൂവി. ഞാൻ എനിക്ക് ഇത്രയും ചെയ്യാറുണ്ട് മൂവിയിൽ. ഏതിൽ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞില്ല. ഓക്കെ, മറ്റേ പാട്ടിന്റെ ആ പാട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ട് പാട്ട്. ആനന്ദോ
നീ നടന്നു പോകും. അങ്ങ് പോകാൻ അന്ന് പടം കഴിഞ്ഞിട്ട് വരുമ്പോ രാത്രി അത് വണ്ടിയിൽ വെക്കാൻ വേണ്ടി ഞാൻ കുറെ തപ്പി. പക്ഷെ ആ പാട്ട് ആ സമയത്ത് അവർ റിലീസ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ പാട്ടിന്റെ പേരിലൊരു വിവാദം ഉണ്ടായിരുന്നു. നാടൻ പാട്ട് എടുത്തു, ആൾക്കാരോട് ചോദിച്ചില്ല. കലോത്സവത്തിന്റെ വേദിയിൽ കലോത്സവത്തിന് പടം ഇറങ്ങിയ ശേഷം ഉണ്ടായ പാട്ടാണ്. സിനിമ തന്നെ ശ്രദ്ധിച്ച പാട്ടാണ്, പക്ഷെ എങ്ങനെ സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ആ പാട്ട് വന്നതിനുള്ള സീക്വൻസ് ഭയങ്കര രസമാണ്. ഫാസ്റ്റ് പേസ് കട്ട് ചെയ്ത് അടുത്ത മൂവി അടുത്തത് ഞാൻ. എന്റെ ഈ മൂവി ആദ്യം ഇഷ്ടണ്ടാവാൻ സാധ്യത. എന്റെ ഒന്നാമത്തെ പോയി ഗോളാണ്. ഗോളം ഓളം ഞാൻ കണ്ടിട്ടില്ല. ഗോളം ഉണ്ടല്ലോ അടുത്ത ഗോളം തന്നെ ഇല്ല ഗോളം ഒരു പ്രൊസീജിയർ, ഈ പോലീസിന്റെ ഒക്കെ പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ കാണിച്ചു പോയിട്ട് ആ നടനെ പറഞ്ഞറിയാം കൽബ് എന്നല്ല ജെൻസിക്ക് സിനിമ എനിക്കറിയില്ല ഏത് ജെൻസി കിട്ടാറുണ്ട്. മറ്റേ കൽബ് മൂവി കണ്ടിട്ട് ആൾക്കാര് കരഞ്ഞിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ആക്ച്വലി അത് കണ്ടിട്ടാണ് ഞാൻ മൂവി കാണാൻ തുടങ്ങിയത്. കരഞ്ഞ് ഞാൻ ആ മൂവി പകുതിയായിട്ട് ഒരു ക്രിഞ്ചാണോ പ്രേമം പറഞ്ഞാൽ ക്രിഞ്ചാണെന്നൊക്കെ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ പ്രേമം പറഞ്ഞാൽ പക്ഷെ അവന്റെ ഇതിലത്തെ അഭിനയം പേര് ഞാൻ പടത്തിലുണ്ട്. അവൻ 2-3 പടത്തിലുണ്ട്. രഞ്ജിത്ത് സജി നൈസായിരുന്നു. നല്ല ബോഡിയൊക്കെ ബിൽഡ് ചെയ്തിട്ട് ഇങ്ങനെ വരും പോലീസ് ഓഫീസറെ. നൈസ്. ദിലീഷ് പോത്തനുണ്ട്, സണ്ണി വെയിൻ ഉണ്ട്. നല്ലൊരു ത്രില്ലർ മൂവിയാണ്. നമുക്ക് ലാസ്റ്റ് വരെ ചിലപ്പോൾ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇന്ന് ആൾക്കാരാണ്, പക്ഷെ അത് എങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ ഒരു പഴയ സുരേഷ് ഗോപി മൂവിയില്ല ഡിറ്റക്റ്റീവ് എന്തിനാണ് ഫാനിന്റെ ഇതില് ഇത് ഓഫ് ചെയ്തിട്ട് പോയിസൺ അകത്തെത്തിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു രീതിയിൽ ആ കൊലപാതകം എങ്ങനെ ചെയ്തു എന്നുള്ളത് നമ്മളെ ഭയങ്കരമായിട്ട് അവിടെ പിടിച്ചിട്ടാണ് മൂവി. നൈസ് മൂവിയാണ്. അപ്പൊ എന്റെ 9ാമത്തെ മൂവി ഗോളം. അതിന്റെ ഇന്റർവൽ ബ്ലോക്ക് സീൻസ് ആണ്. ഇന്റർവൽ ബ്ലോക്ക് ഇവര് എല്ലാരും ആ ഓഫീസിലത്തെ എല്ലാരും കൂടി ഇങ്ങനെ നിന്നിട്ടൊരു സാധനല്ലേ എന്റെ ഞെട്ടിച്ച സ്ഥലമാണ്. ഞാനും മത്തും കൂടെ പോയത്. നമ്മളധികം പ്രതീക്ഷിക്കാണ്ട് വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോ അപ്പുവാട്ട് പോയതാ. എന്റെ വൻ കിട്ടലായിരുന്നു. വൻ കിട്ടല. എന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഒരു സെക്കൻഡ് പാർട്ട് പ്ലോട്ടിലാണ് നിൽക്കുന്നത് സാധനം. പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വിക്കിപീഡിയയിൽ ഇതിന്റെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി വിക്കിപീഡിയ ചെക്ക് ചെയ്ത് എത്ര മലയാളം കേൾക്കാത്ത മലയാളം 700 കോടിന്റെ നഷ്ടം ഉണ്ടായിരുന്നു മലയാള ഇൻഡസ്ട്രിക്ക്. നഷ്ടം പറയുമ്പോ ലാഭം കൂട്ടിയിട്ടായിരിക്കും നഷ്ടം. പക്ഷെ സിനിമ എന്ന് പറഞ്ഞാല് മെജോറിറ്റിയും എന്തായാലും ഫ്ലോപ്പായിരിക്കും. എന്തൊക്കെ രീതിയിൽ സിനിമ 10% സിനിമ വിജയിച്ചു. പക്ഷെ കഴിഞ്ഞ ഒരു 5% വിജയിച്ചു. അറിയില്ല 2023 ഏകദേശം എല്ലാം. പിന്നെ നമ്മൾ ആഘോഷിച്ച കുറെ തമിഴ് മൂവീസ് ആണ് വന്നത്. ജയിലറി അങ്ങനത്തെ കുറെ അടിപൊളിയായിരുന്നു. അവരെല്ലാം എനക്കറിയില്ല. ഇല്ല അത് ഓൾറെഡി അവര് പറഞ്ഞു. മമ്മൂട്ടി തന്നെ അതിന്റെ ഇത് ഷെയർ ചെയ്തു. അവർ പറഞ്ഞു മമ്മൂട്ടി ഇല്ലാതെ, മമ്മൂട്ടി ചേട്ടൻ ഇല്ലാതെ ഈ മൂവി സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇഞ്ചുറി കൊണ്ടു പറഞ്ഞില്ലേ? മാർക്കോ 9 മാർക്കോ
ലിസ്റ്റില്ലേ എന്റെ ഒരു എന്റെ 4ാമത്തെ മൂവിയാണ്. ഇഷ്ടപ്പെടും. നല്ല സിനിമയാണ്. മലയാളത്തിലാണ് സിനിമയൊന്നും ഇറങ്ങിയിട്ടില്ല. മലയാളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണ് ഈ വർഷം. നോർത്ത് ഇന്ത്യയിലെന്തോ ഭയങ്കര സീനായിട്ട്. മറ്റേ ഇവന്റെ ഇതിന്റെ കൊറിയൻ വരെ റിവ്യൂസ് ചെയ്തതാണ്. സന്തോഷപ്പെട്ടിട്ടില്ല. എന്ത് ഇത് മാർക്കെന്ന് പറഞ്ഞ എന്ത് തലർന്നു ഇതാണ് ഫാൻ്റെ മൂവി. സന്തോഷപ്പെട്ടിന്റെ അടുത്ത മാർക്കോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? മറ്റേ ഇവനായിട്ട് എന്തോ ഇത് സീക്രട്ട് ഏജന്റിന്റെ എന്തോ ഇഷ്യൂസ് പണ്ട് പോകുന്നല്ലേ. നൈസ് മൂവി. അതില്ല ലിസ്റ്റിൽ എന്റെ ലിസ്റ്റിലില്ല. എന്റെ ലിസ്റ്റിലില്ല. ലിസ്റ്റിലില്ലേ എന്റെ ലിസ്റ്റ് ഈ ഇത് 5.5 എന്ന് പറഞ്ഞാൽ ഇടക്ക് കുറെ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ നല്ല നല്ല കുറെ സിനിമകളുണ്ട്. ഈ കുറെ മൂവീസ് എക്സ്ക്ലൂഡ് ചെയ്ത ലാസ്റ്റ് എന്താണ് മുത്തപ്പൻ കുത്തു എല്ലാം നല്ല സിനിമയാണ്. കുറെ നല്ല സിനിമ ഉണ്ടായിരുന്നു ഇപ്രാവശ്യം. ഓക്കെ ഗോയിങ് ടു എട്ടല്ലേ അമറേജ്. നമ്പർ 8 ഈ ഭാസ്കർ. അതായത് കന്നഡയാണല്ലോ. ഞാൻ മലയാളത്തിലുണ്ട്. കണ്ട ഇത് വെച്ച് ഒരു ഇൻസ്പിറേഷൻ. അവര് ചെയ്തിരിക്കുന്നതാണ് ഒന്നും എനിക്ക് തോന്നുന്നില്ല. ബാങ്കിലെ പൈസ പിന്നെ അവന്റെ ഒരു ലൈഫിന്റെ കപ്പലിൽ കയറില്ല. നാളെ മറ്റേ കപ്പലത്തെ പാട്ടെല്ലാം എടുത്ത് നാളെ തിരിച്ചു വെക്കും അറിയാം. പിന്നെ ദുൽഖർ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവരെന്നെ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി വിളിച്ചത് കൂടിയാണ്. പക്ഷേ സ്കാം റിപ്പീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നതായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. എനിക്ക് കാണുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. മൂവി കണ്ടിട്ടില്ല. അതും കണ്ടിട്ടില്ലേ? എന്റെ ലിസ്റ്റിലില്ല. ഞാൻ കണ്ടിട്ടില്ല. എന്റെ ലിസ്റ്റില്ല. നമ്മൾ ലിസ്റ്റ് യുണീക്ക് ആയിരുന്നു. നമ്മൾ എന്റെ മാത്രം എന്റെ 8ാമത്തെ മൂവി നെയ്യാണ്. നെയ്യഴകൻ തമിഴ്. തമിഴ്. എന്റെ നമ്പർ 1 മൂവി മെയ്യഴകൻ. ഓ എന്നെ ഒരുപാട് കണക്ട് ചെയ്ത് ഞാൻ കരഞ്ഞൊഴുകി പോയി. ഞാൻ ഭയങ്കര കരഞ്ഞൊഴുകി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഒരു സീനുണ്ട്. ഫസ്റ്റ് തന്നെ പോയിട്ട് അനിയത്തേക്ക് ഒരു വിസിറ്റ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ ഏകദേശം കണ്ടല്ലെന്ന് അറിഞ്ഞില്ല. ഏകദേശം എനിക്ക് കണ്ടോളാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇവരോട് ഞാൻ ഒരു 10 ഞാൻ ആ കണ്ട സമയത്ത് എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് ആ മൂവി വാച്ച് ചെയ്ത്. ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. സൂപ്പർ സിനിമ സിനിമ രക്ഷിത കാർത്തി കാർത്തി അതുണ്ടല്ലോ ഭയങ്കര ഭയങ്കര കാർത്തി പറയും. ആ നാട്ടുമുറൊക്കെ നാട്ടുമുറൊക്കെ കാണിക്കുന്നത്. എന്നെ ഒരുപാട് പിടിച്ചു കുളിക്കുന്ന മൂവിയാണ്. അതായത് എനിക്ക് ഈ റിലേഷൻ സംഭവം അങ്ങനത്തെ മൂവി ചിലപ്പോൾ കേൾക്കുന്ന കോമഡി ആയിരിക്കും. കോക്കോ എന്ന് വെച്ചാൽ ആനിമേറ്റഡ് മൂവി ഉണ്ട്. കണ്ടോ? കോക്കോ ഇംഗ്ലീഷ്. അത് കണ്ടിട്ട് ഞാൻ കാണിച്ചു. അന്വേഷണം ഓളോടെല്ലാം പറഞ്ഞോട് ചിരിക്കും. കാർട്ടൂൺ മൂവി കണ്ടിട്ട് കാര്യം തോന്നി. അതും ഇതുപോലെ നമ്മളെ ബന്ധങ്ങളെ കുറിച്ച് പറയുന്ന ഒരു മൂവിയാണ്. ഞാൻ മറ്റേ ഇത് കണ്ടിട്ടായിരുന്നു ചാർലി 777. അത് നായി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ഫസ്റ്റ് കണ്ട് കരഞ്ഞൊരു സിനിമ വങ്കിപ്പന്നെ. ഇങ്ങനെ കണ്ടില്ല. ആ പെണ്ണിനെ കയ്യമ്മര് മറ്റേ സാധനം മതിലാടുമ്പോ ആ മതിലാടുമ്പോ നീ എത്ര അടിപൊളി. ആ മൂന്ന് കാണാൻ ഞാൻ വലുതായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. മരിക്കുമ്പോൾ തന്നെയാണ് കുഞ്ഞാരി കൂടെ. പക്ഷെ കരയാൻ ഓരോ ആൾക്കാരെ
ചെറിയ പ്രായം. അങ്ങനത്തെ ഒരു ഇത് വെച്ച് ലെവൽ വെച്ച് അല്ലേ ചിന്താഗതി വെച്ച് അങ്ങനെ വേറെ കാണണ്ട ബാക്കിലേക്ക് നിൽക്കും വേറെ കാണണം. ഇവരിങ്ങനെ ബിയർ അടിച്ചു പോകുന്ന സീനുണ്ട്. ഇല്ലേ അങ്ങനത്തെ ഒരാൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവും നമ്മുടെ ലൈഫിൽ. എന്തായാലും എല്ലാവരുടെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടാവും. നമ്മൾ ചിലപ്പം നമുക്ക് ഓർമ്മയില്ലാത്തതോ ഇപ്പം നമ്മുടെ ഓർമ്മയിൽ പറഞ്ഞു പോയതോ അങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലുണ്ടാവും. നമ്മ അവർ ഓർമ്മിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവർ നമ്മളെ വല്ലാണ്ട് ഓർമ്മിക്കുന്ന കാര്യങ്ങളുണ്ട്. നമുക്ക് ഫീൽ ചെയ്യില്ലേ ഒരു കല്യാണത്തിന് പോയിട്ട് ഒരാൾ വന്നിട്ട് നമ്മോട് സംസാരിക്കും, വല്ലാണ്ട് അടുത്ത് ഇടപഴകി സംസാരിക്കും. നമ്മളായത് അങ്ങോട്ട് അറിയില്ല, നമുക്ക് അറിയുന്നുണ്ടാണ് അതാരാന്ന്. അതാണ് ആ സിനിമ. അവർക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അവർക്ക് നല്ല ഓർമ്മയുണ്ടാവും നമ്മളെ. അത് നമ്മള് ഇഷ്ടം ഒരു കാളി കൊണ്ട് കാലങ്ങനെ വല്ല റോഡൊന്നും പാമ്പില്ലേ. ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, അതെ ശരിയാണ്. ഇന്റർവ്യൂല് അവർ പറയുന്നത് അതില് ഞാൻ വിചാരിച്ച ഇയാൾ ഇപ്പൊ ഒരാളെ പോലും സഹിക്കാൻ പറ്റില്ല. ഞാൻ കിടന്നു ഞാൻ ലാസ്റ്റ് ഒരു പാമ്പിനെ കാണിക്കുകയും ചെയ്യും. ജസ്റ്റ് ഞാനല്ലേ എന്റെ നമ്പർ 8ാമത്തെ മൂവി വാഴ. ഞാൻ പറയുന്നത് സ്കാം ഉണ്ട് എന്റെ മൂവി കാണിക്കാതെ പഴയതല്ലേ. ഓക്കെ വാഴയും വാഴയും മാരി സെൽവരാജ് ബ്രില്യൻസ്. അത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ അത്തനെ വിളിച്ചു, പിന്നെ അവനെ വിളിച്ചിട്ട് എങ്ങനെ ഈ സിനിമക്ക് പോലെയെന്ന് ആലോചിച്ചിട്ട് ഞാൻ പോയില്ല. ഒരു ട്രൂ ഇവന്റിനെ ഇൻസ്പയർ ചെയ്തിട്ട് പിന്നെ മാരി സെൽവരാജ് അറിയാമോ, ഇതും ഭയങ്കര ഹെർട്ട് ടച്ചിങ് ആയിട്ടുള്ള നമ്മളെ ചൈൽഡ്ഹുഡിൽ എങ്ങനെ നമ്മൾ ചൈൽഡ്ഹുഡ് നഷ്ടപ്പെടാം, എങ്ങനെ ഓരോ ആൾക്കാർക്ക് ചൈൽഡ്ഹുഡ് ഇല്ലാണ്ടാകുന്നു. നമ്മളെല്ലാം ഭയങ്കര പ്രിവിലേജിലുള്ള ആൾക്കാരാണ്. ഇതിലെല്ലാം നമ്മളെല്ലാം ബുദ്ധിമുട്ടുന്നൊരു ബുദ്ധിമുട്ടല്ല നമുക്ക് തോന്നുന്നു അതെല്ലാം. ശരിയാണ്. ലിസ്റ്റിൽ ചോദിച്ചപ്പോ ആദ്യം CID പഞ്ചാബി പഞ്ചാബിന്റെ സ്പെല്ലിംഗ്. ഓക്കെ, അപ്പൊ എന്റെ നമ്പർ 8 വാഴ, അതിന്റെ നമ്പർ 4 അല്ലേ? എന്റെ ആട്ടം നാട്ടിന്റെ സെക്കൻഡ് നമ്പർ 2. ആട്ടില്ല എന്റെ കണ്ടതിൽ സ്റ്റോറി മനസ്സിൽ നിന്ന മൂവി മാത്രമേ ഞാൻ കണ്ടു. അത് അധികം നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആട്ടം ഫസ്റ്റ് തന്നെയാണോ ഈ വർഷം? ജനുവരി 5. ഞാൻ ആദ്യം ഇവൻ എന്നോട് ആട്ടം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം ഒഴിവാക്കിയതായിരുന്നു. ഞാൻ ഗൂഗിൾ നോക്കിയപ്പോ 2023 എന്നാണ് ആട്ടം. പിന്നെ അത് ആദ്യം ഫിലിം ഫെസ്റ്റിവലിൽ 2023 റിലീസ് ചെയ്തിട്ട് തിയേറ്റർ റിലീസ് 2024 ജനുവരി 5 തിയേറ്റർ റിലീസ് ചെയ്ത ആട്ടം. നമ്മളോട് ഈ മെയിൽ ഷോവനിസ്റ്റ് സൊസൈറ്റിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആട്ടം. ഇവൻ മെയിൽ ഷോവനിസ്റ്റ് ആണല്ലോ, ഇവരെങ്ങനെ പോയിട്ടായിരുന്നു? സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾക്കാർക്ക് എങ്ങനെ മാറും, ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ഓരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് മാറും. സെൽഫിഷ് ആണ്. കുറെ അധികം സിനിമയൊന്നും ഇല്ലാത്തല്ലോ. വിനയ് ഫോർട്ട്, നടീന്റെ രേഖാചിത്രത്തിലുണ്ട്. രേഖാചിത്രത്തിൽ ലാസ്റ്റ് ഉണ്ടാവുക അത് പ്രിയങ്ക അല്ല. രേഖാചിത്രത്തില് ഈ മറ്റേ ഏച്ചായിട്ടല്ല, രേഖാചിത്രത്തില് മെയിൻ ഓപ്പോസിറ്റ് വില്ലൻ ക്യാരക്ടർ എല്ലാം അറിയാം. പുഷ്പക്ക് ചില കാര്യങ്ങൾ അറിയില്ല. അവർക്ക് എന്തെങ്കിലും നാഷണൽ സ്റ്റേറ്റ് അങ്ങനത്തെ എന്തെങ്കിലും. എന്റെ നമ്പർ 2 മൂവിയാണ് ആട്ടം. എന്റേത് 5. എന്റെ ഇല്ല.
അതെന്തായാലും കണ്ടിരിക്കുന്ന ഒരു സിനിമ. എങ്ങനെ ആണുങ്ങള് ഇതായിട്ടുണ്ടാവില്ലല്ലോ. എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നൈസ് മൂവിയാണ്. എല്ലാരും അല്ല ഇപ്പൊ നീ ആ സിറ്റുവേഷൻ നീ എന്ത് ചെയ്തേ? ഞാൻ അങ്ങനത്തെ പെടുന്നു. അല്ല അങ്ങനെ ഇപ്പൊ നിന്റെ ഫ്രണ്ട് ഗ്രൂപ്പ് നമ്മ എല്ലാരാന്ന് വിചാരിക്കും. ഇപ്പൊ അവനൊരു പെണ്ണൊക്കെ പിടിച്ചു എക്സാമ്പിൾ ക്യാമറ പിന്നില്ലേ, കുഴപ്പമില്ല. ആ ശരി ഇപ്പൊ അങ്ങനെയാന്ന് വിചാരിക്കും. അപ്പൊ നീ എന്ത് ചെയ്യും? നീ ഇപ്പൊ അവൻ പറഞ്ഞു അവൻ പിടിച്ചിട്ടില്ല, പക്ഷെ അവള് പറയുന്ന അവൾക്ക് നമുക്ക് ആ സമയത്ത് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ നീ അകപ്പെട്ടു വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യാ? അമേരിക്ക പോകുമോ? അമേരിക്ക പോകില്ല. അമേരിക്ക അമേരിക്ക വേറെ രാജ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സംഭവം ആട്ടം. ആട്ടം നമ്പർ 8 ആട്ടാണ്. ഓക്കെ നമ്പർ 7 എന്റെ ഗുരുവായൂർ അമ്പലം നടയും. ഫണ്ണി മൂവി. ഫണ്ണി അങ്ങനെയല്ലടാ, കോമഡി മൂവിയാണ്. പിന്നെ പൃഥ്വിരാജ്, പിന്നെ അതുപോലെ നല്ല ശാസ്ത്രീയ നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ. അതിന്റെ ക്ലൈമാക്സ് അടിപൊളി. ആ അജുവിന്റെ പാട്ടും അച്ഛന്റെ പാട്ട് തമിഴ് വരുന്നവന്റെ പേരുന്ന യോഗി യോഗി എൻട്രൻസ് വിളിച്ചിട്ട് അടിപൊളിയാണ്. പക്ഷെ അത് OTT വന്നപ്പോ കുറെ ആള് നെഗറ്റീവ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ തിയേറ്ററിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത സിനിമയാണ്. ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ തിയേറ്ററിൽ ഞാൻ ഫോണിലാണ് തിയേറ്ററിൽ നല്ലോണം എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. പക്ഷെ OTT അടിപൊളിയായിട്ടുള്ള സിനിമ. എന്റെ ഏഴാമത്തെ സിനിമ ഉള്ളവർക്ക് ആദ്യം ഇതൊരു പ്ലാൻ ഇല്ല സമയം ശരിയില്ല. ഓക്കെ കണ്ടിട്ടില്ലേ? മറ്റേ ഇല്ലില്ല ഞാൻ അത് കണ്ടില്ല. അത് യുവർ പെർഫോമൻസ് ബേസ്ഡ് മൂവിയാണ്. രണ്ടിനും ഉള്ളവർക്ക് തന്നെയാണ്. ഇവർ രണ്ടുപേരും സെയിമാണ്. ആദ്യമായിട്ടൊന്ന് സെയിം വരുന്നേട്ടാ. എന്റെ മഹാരാജ മഹാരാജ എന്റെ മഹാരാജ എന്റെ അങ്ങനെയില്ല മഹാരാജ. എന്റെ ഇല്ല. ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എന്റെ ഇല്ല. മഹാരാജ 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 ഇല്ലേ അവിടെയല്ലേ ഉള്ളിൽ. അത് മറ്റേ ഇരുമ്പല്ല, പ്ലാസ്റ്റിക്. മഹാരാജയില് ഇവന്റെ അഭിനയം അത് വിജയ് വിജയ് സേതുപതി അനുരാഗ് കശ്യപ് അതെ. നൈസാ. അടിപൊളി ക്ലൈമാക്സ്. ക്ലൈമാക്സ് ഒരു ഡാർക്കായി പാലിക്കുമ്പോ തന്നെ ഡാർക്ക്. വിഷ്ണു മൂവി കണ്ടിട്ടില്ല? ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ലിസ്റ്റിൽ അല്ലു ഫാൻ ലൈക്ക് വേണം. ലൈക്ക് ആൻഡ് കമന്റ്. അല്ലു ഫാൻ സപ്പോർട്ട്. മഹാരാജ എന്റെ ഓക്കെ. അപ്പൊ എനിക്ക് അടുത്തതും പറയണ്ട. ആറ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മഹാരാജ. ഇനിയിപ്പോ ചെയ്യാനല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓൾറെഡി പറഞ്ഞ് ഇനി ആറാമത്തെ മൂവി ബ്രഹ്മയുഗം. ബ്രഹ്മയുഗം ഉണ്ടായിരുന്നു. എന്റെ രണ്ടാമത്തെ 2024 ഞാൻ കണ്ടതിൽ വെച്ച് വെറൈറ്റി വെറൈറ്റി പടം. കാണാനൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ്. പക്ഷെ അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഞാൻ തിയേറ്ററിൽ നല്ല കണ്ട. ഞാൻ ആദ്യം ഉണ്ടാകുമ്പോൾ പക്ഷെ ഞാനും ഫോണിലുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫോണിൽ തന്നെ ഞാൻ കണ്ട. ഞാൻ തിയേറ്ററിൽ പക്ഷേ നൈസ് ആക്ടിങ് ആണ് പിന്നെ യക്ഷിയല്ലേ. യക്ഷിക്ക് ഞാൻ മാത്രം തോന്നുന്നില്ല. അടുത്ത് വന്നിട്ട് തോന്നുന്നില്ല. എൻ്റെ ഒരു കുട്ടിച്ചാത്ത പടം
ചലഞ്ചിങ് ആയിരുന്നു. അതാണ് പ്രശ്നം. ഞാൻ ഫോണിൽ കണ്ടോണ്ട് എനിക്ക് ആ ഒരു എഫക്റ്റ് കംപ്ലീറ്റ്ലി സ്കോർ ചെയ്ത് വെച്ചേക്കാണ്. മ്യൂസിക്കൽ ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് നടന്നില്ല. രാഹുൽ സദാശിവൻ കിടില. അതിലും മമ്മൂട്ടിന്റെ ഓരോരോ മമ്മൂട്ടിന്റെ ആ ഇൻട്രോ തന്നെ ഭയങ്കര ഇഷ്ടമുള്ള ഇൻട്രോ. മമ്മൂട്ടിനെ ഓ മമ്മൂട്ടിന്റെ ഇൻട്രോ ആണ് സീൻ. മമ്മൂട്ടിന്റെ സൗണ്ട് മമ്മൂട്ടിന്റെ കിട്ടിയത് പിന്നെ മറ്റേ കോഴിനെ കടിച്ചുന്ന സീൻ. പിന്നെ ആ ഇന്റർവ്യൂ ബ്ലോക്കില്ല സിദ്ധാർത്ഥ കുറെ സിനിമക്ക് ശേഷം അർജുന അശോക്. എന്നോട് ഞാൻ കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ താല്പര്യം തിയേറ്ററിലോ കാണുന്നു അങ്ങനെ. പക്ഷേ എനിക്ക് ആ ഒരു thought എനിക്ക് ഉണ്ടായി. തിയേറ്ററിൽ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഒറ്റ തന്നെയാണ്. ഓക്കെ, നമ്പർ 6 നമ്പർ 6 കഴിഞ്ഞു. നിങ്ങളെ നമ്പർ 6 ചെയ്യാം. ഓൾറെഡി മഹാരാജ ഉണ്ട് 6ാമത്തെ. അത് ഞാൻ പറഞ്ഞത് നമ്മുടെ നമ്മൾ തന്നെ മഹാരാജ 5 5 എന്റെ ആട്ടം ഓൾറെഡി വന്നു. എന്റെ ഈ 1, 2, 3, 5 നമ്മള് പറഞ്ഞത്. 6 നീക്ക് 9 അല്ലേ? എന്താ പറഞ്ഞില്ലേ? അപ്പൊ ആരേതാ? ഇനി വന്നൊന്ന് എന്നാണ് അഞ്ചാ പറഞ്ഞത്. അല്ല 6 നിങ്ങൾ സെയിം പറഞ്ഞു. നിങ്ങൾ 6 പറഞ്ഞത്. നിന്റെ എത്ര? നിന്റെ 5 നിന്റെ 6 അമ്മേനെ 7 നേരെ 5 പോയാ. അല്ല ഇത് എന്താ 5ാമത്താണ് അതിന്റെ 6ാമത്തെ എന്റെ ലിസ്റ്റിൽ 5 വരുന്നത്. 1, 2, 3, 4, 5. അപ്പുറത്തേതാ? അതിന് മുന്നില്ലെന്ന് കേൾക്കില്ല. അപ്പൊ ഒന്നും കുറവുണ്ട്. ഇല്ലില്ല, ആട്ടം വരുമെന്ന് ഞാൻ പറഞ്ഞത്. നാല് പറയാം നമുക്ക്. എന്റെ 5 പറഞ്ഞില്ലല്ലോ. എന്റെ 5 ഗോഡ് ലൈഫ്. ഓസ്കാർ ഓസ്കാർ നോമിനേഷൻ ഉണ്ടോ? ഇല്ല, അപ്പട്ട ലേഡീസും ഉണ്ട്. അത് ഉണ്ട്. ഇല്ല ഹിന്ദിയിൽ കില്ല് അറിയാത്ത ബാക്കിയുള്ള നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ഗോഡ് ലൈഫ് പിന്നെ അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുണ്ടെന്ന് തോന്നുന്നില്ല, എല്ലാവരും അറിയാം. പക്ഷെ എനിക്കധികം ഓറിയന്റഡ് നല്ല പടാണ്. പക്ഷെ വൺ ടൈം മാത്രമേ കാണാൻ പറ്റൂ. മഞ്ഞൂർ പൈസ നമുക്കൊരു പക്ഷെ അതുപോലെ ഇപ്പൊ ഒരു ഓൾറെഡി ബുക്ക് മറ്റേ സിനിമ ആക്കുമ്പോ അതിന്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ബുക്ക് വായിച്ച ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ സിനിമ കൺവേ ചെയ്യുന്നതും കുറവല്ലായിരിക്കും. എഫേർട്ട് അതേപോലെ ബ്ലസ്സിയുടെ സംവിധാനം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ സിനിമ കാണുന്നത് വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന് അവസരം കിട്ടിയില്ല, അവനെ കണ്ടില്ല. തോന്നില്ല. ഞാൻ അവിടുന്ന് ഞാനല്ലോ കോഴിക്കോട് നല്ല സ്ക്രീൻ ഉണ്ട്, കോഴിക്കോട് പോയി കണ്ടത്. നല്ല നമ്മൾ ചെറുപ്പത്തിൽ ഞാൻ വന്ന് ഞാൻ കോഴിക്കോട് കണ്ടിട്ട് വരുമ്പോ ഞാൻ നിങ്ങളെ ചെറുപ്പത്തിൽ നിങ്ങളുടെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. സമയത്ത് കുറച്ച് ഓവറായോണ്ട് തോന്നിയെങ്കിലും എനിക്ക് ഒരു ഫ്ലാഷ് ബാക്ക് അതൊക്കെ അത് എനിക്ക് വായിച്ചോണ്ടായിരുന്നു. അത് ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമ കാണുമ്പോൾ നമുക്ക് അതെന്തായാലും ഈ ബുക്കിലില്ല പോലെ എന്തായാലും ഒരു സിനിമ എടുക്കാൻ പറ്റില്ല. സോ ബുക്ക് വായിച്ചവർക്ക് സിനിമ തരുന്ന എക്സ്പീരിയൻസ് കുറച്ച് കുറവായിരിക്കും. 5 കഴിഞ്ഞു. 5 വേറെ ആയിരിക്കൊന്നുമില്ലല്ലോ പറയാൻ. എല്ലാം ഓൾറെഡി പറഞ്ഞില്ല. എന്റെ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ ആരാ നിന്റെ എന്റെ 9
എന്റെ ലിസ്റ്റ് വെച്ച് നോക്കുമ്പോ നാടേ നമ്മുടെ ലിസ്റ്റ് വെച്ച് 4. അപ്പൊ 4. നമ്പർ 4 എന്റെ മാർക്ക് വന്നിട്ടുണ്ട്. ഈ വർഷം ഇറങ്ങിയ ഒരു നല്ലൊരു എന്റെ നേരത്തെ പറഞ്ഞു. നിങ്ങളെ ലിസ്റ്റ് ഇല്ല അല്ലേ? എന്റെ ഇല്ല. എല്ലാരും വെറൈറ്റി ഉള്ള ടേസ്റ്റ് ജഗദീഷിന്റെ ജഗദീഷ് ജഗദീഷ് ഈ 2024 സെക്കൻഡ് ഹാഫ് ജഗദീഷ് അറിഞ്ഞാണ് പക്ഷെ 2023 വേഴ്സറ്റൽ ക്യാരക്ടേഴ്സ്. 2023 കുറെ ഹിറ്റ് പടത്തിൽ ജഗദീഷ് ഉണ്ടായിരുന്നു. എന്റെ എന്റെ 4 മഞ്ഞൾ ബോയ്സ്. എന്റെ 4 മഞ്ഞ ഞാൻ ഫുൾ ഇതന്നെ. എന്റെ 1 അഞ്ഞൂറ് ബോയ്സിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയാറൊന്നുമില്ല. എന്താണ് മലയാള സിനിമയിലെ താല്പര്യം മാറ്റിമറിച്ച് ഈ മ്യൂസിക് എവിടെ മലയാള സിനിമ പാൻ ഇന്ത്യ ആയിരുന്നു. ഇന്ത്യ അടിപൊളി മ്യൂസിക്. റിയൽ ലൈഫ് ഇൻസിഡന്റ് ടിവിയിൽ കാണിച്ചത് പിന്നെ പാട്ട് ഗുണാക്കയിലെങ്കിലും പോക്കിപ്പം കുറെ കൂടിയിട്ടുണ്ടാവും. കുറെ കൂടി അവിടെ എന്താ മറ്റേ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വന്നതാണ് പാക്കേജ് പാക്കേജ് താഴെ പറ്റും. എന്റെ ഒരു നമ്പർ 1 ആ ടൈമിൽ കുറെ ആൾക്കാർ ഇങ്ങനെ മറ്റേ അവിടുത്തെ വേലിന്റെ അവിടെ ഫോട്ടോ എടുത്ത് കുറെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഈ നല്ല അവര് പോയിട്ടുണ്ടല്ലോ രണ്ടാമത്. അവിടെ ഇവർക്കൊക്കെ ഭയങ്കര ഫാൻസ് അവിടെ. ഈ ഒറിജിനലായിട്ട് അഭിനയിച്ചല്ല, ഒറിജിനൽ ആൾക്കാർ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഭയങ്കര സ്വീകരണവും ആൾക്കാർക്ക് സെൽഫി എടുക്കലും അടിപൊളിയായിരുന്നു. അതല്ലേ റിയൽ ഹീറോ. അവരും ആ സിനിമയിലുണ്ടല്ലോ. അവര് സിനിമയിലുണ്ട്. ഓക്കെ, അടുത്തത് ഉണ്ടുണ്ടേതാ? എന്റെ മഞ്ഞ ഓക്കെ, 3 വിഷ്ണു 3. നമ്പർ 3 സൂക്ഷ്മദർശിനി. അതായത് പറഞ്ഞു എന്റെ ഞാൻ പറഞ്ഞായിരുന്നു. എന്റെ ആവേശം ആവേശം എന്റെ സെക്കൻഡ്. അടുത്ത കോയിൻസിഡൻസ്. നിങ്ങളില്ലേ? എന്റെ ആവശ്യമില്ല. ആവേശമില്ല ആവശ്യമില്ല. സത്യം ഇത്ര എൻജോയ് ചെയ്തൊരു സിനിമ എൻജോയ് തിയേറ്ററിൽ ഇങ്ങനെ 2 മണിക്കൂർ ഇങ്ങനെ തകർത്ത വിളിച്ചൊരു സിനിമയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറായി പടത്തിന്. പിന്നെ ലാസ്റ്റ് ഫൈറ്റ് സീൻ അതുവരെ ഫൈറ്റ് ഡാൻസ് എല്ലാം മറ്റേ സാധനല്ലേ എന്റെ നമ്പർ 3 ഏതാ? സുഷിഷാവിന്റെ ബെസ്റ്റ്. എന്റെ നമ്പർ 3 കിഷ്കിന്ദാകാണ്. എത്ര ഓൾറെഡി പറഞ്ഞതാ. ഇത് ഞാൻ പറഞ്ഞു പറയാണ്ട് പിന്നെ അതാണ് എന്റെ മിസ്സായി. അപ്പൊ നമ്പർ 6 നമ്പർ 6 ആയിരിക്കും. ഓക്കെ, നേരത്തെ പറയണ്ടായിരുന്നു കിഷ്കിന്ദാണ്. എന്റെ നമ്പർ 1 ആണ് ഇഷ്ടം. നമ്പർ 1 ഇല്ലേ? നല്ല ഞാനൊരു വളരെ അടുത്താണ് ഇവന് പറഞ്ഞ 3 സെക്കൻഡ് ഉണ്ടാവില്ല, 5 സെക്കൻഡ് വരുമ്പോ കാണായിരുന്നു. എനിക്ക് ഭയങ്കര അതിന്റെ സ്ക്രീൻ പ്ലേ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനില്ലേ അവസാനം വരെ ഞാൻ വിചാരിച്ച അവസാനം കൊരങ്ങന്മാരീച്ചൊക്കെ മൗഗ്ലികളായിട്ട് കൊരങ്ങന്മാരെടുത്ത് വളർത്തിട്ട് നമ്മള് ആ ഒരു ഹോളിവുഡ് മൂവി ആ ഒരു ടൈപ്പ് മൂവീസ് ഇങ്ങനെ പോകുന്ന പോലെ പോയത്. പക്ഷെ ഭയങ്കര ഫാന്റസി അവസാനം ആവുന്നില്ല. അതിൽ മറ്റേ അവർ ലൊക്കേഷൻ ആയാലും അതിന്റെ മ്യൂസിക് ആണേലും സൂപ്പർ. രക്ഷിത നമുക്കത് മ്യൂസിക് അറിയുമ്പോ നമുക്ക് മ്യൂസിക് ഉണ്ടായി ഒരു സിനിമയിൽ മ്യൂസിക് ഉണ്ട് അങ്ങനെ തോന്നണ്ട. മീൻസ് നമ്മൾ കടന്ന് മ്യൂസിക് ഉണ്ടായിരുന്നല്ലോ
പക്ഷെ നമുക്കൊരു ആ ഒരു സാധനമില്ലേ നമുക്ക് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ കൂടെ ഉണ്ടായിരുന്നു, സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് വിസിബിൾ ആണോ? വിസിബിൾ ആണ്. ബട്ട് നമുക്കിങ്ങനെ മ്യൂസിക് ഉണ്ട്, നല്ലതാണേലും മോശമാണെന്ന് നമുക്കിങ്ങനെ തോന്നും, ഓ ഭയങ്കര വേണം. പക്ഷെ നല്ലതാണ്, നമുക്കത് ഉണ്ടായിരുന്നു തോന്നും. ഇത് ഭയങ്കര ജെന്റിലായിട്ട് പോകുന്ന ഒരു മ്യൂസിക് കൂടെ ചേർന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ആലോചിക്കും, ഓ ഉണ്ടായിരുന്നു, ഓ നൈസ് അങ്ങനെ. ജഗദീഷ് നൈസോടൊന്നുമില്ല, എല്ലാ ലിസ്റ്റിലുള്ള പടത്തിലും ജഗദീഷ് വേണം. അടുത്ത മൂവി ഇത്രയും കാലം കണ്ടതിൽ വെച്ചൊരു 10 മൂവി സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഇനി അടുത്ത പോഡ്കാസ്റ്റ് തുടങ്ങുന്നുണ്ട് നമ്മള്. അല്ല പിന്നെ കൊണ്ടുവരെ ലിസ്റ്റ് ഉണ്ടാക്കണം, ഓൾറെഡി ഉണ്ടാക്കി വെച്ചതാണ്. തോന്നുന്നില്ല എനിക്കത് കുറച്ചും കൂടി പുറകിലേക്കുള്ള മൂവീസിന് നല്ല നമുക്ക് സംസാരിക്കാൻ കൂടുതൽ പറ്റുന്നു തോന്നുന്നു. പണ്ടേത്തെ മൂവിയിലൊക്കെ അയ്യോ എന്റെ ബെസ്റ്റാ തുടങ്ങിയിട്ടാ. എന്റെ പറഞ്ഞത് ഇഷ്ടമാണോ? ഏത് വാഴ? ഓക്കെ, വാഴ എന്റെ നമ്പർ 10ാമത്തെ മൂവിയാണ് വാഴ. എനിക്കൊന്നും പറയാനില്ല. എന്റെ വിഷ്ണുവിന്റെ ആവേശം. എന്റെ നമ്പർ 2 ആട്ടം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നമ്പർ 1 എല്ലാവരും നമ്പർ 1 ആവേശത്തോടെ എല്ലാവരും നമ്പർ 1 ഏതാണ്? മഞ്ഞുമൽ ബോയ്സ്. എന്റെ ഇഷ്ടമാണ്. എന്റെ മെയ്യറാണ്. കോമഡി മൂവി ഇഷ്ടമുണ്ട്. നമ്പർ 1 കോമഡി. നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ ഇത് ലിസ്റ്റിൽ ഒഴിവാക്കിയ മൂവീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏതൊക്കെ മൂവീസ് ഒഴിവാക്കിയത്? നിന്റെ ലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, എല്ലാം 2 സൈഡിലും എഴുതിയിട്ടുണ്ട്. എല്ലാ മലയാളം മൂവീസ് ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ ഇതിലുണ്ട്. നീ പേര് പറയണം. കോമഡി പടം. പക്ഷെ പ്രേമല്ലേ ഞാൻ OTT-യിലാണ് എനിക്ക് കോമഡി അങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നില്ല. നിങ്ങൾക്ക് കോയമ്പത്തൂരും ഹൈദരാബാദും കമ്പയർ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അല്ല കോമഡിയാണ്. പക്ഷെ കാട്ടില് അവിടെയും കാട്ടില് പിന്നെ ഗഗനചാരി അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാം. കണ്ടിനി അപ്പോക്ലിപ്റ്റിക് കേരളം നീ സംഭവം ഡിഫറെന്റ് അപ്രോച്ചാണ്. പക്ഷേ ഞാൻ വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ആ മൂവി. പറ്റില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, നല്ലൊരു തലവൻ ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു. കാണാൻ ഒരു വരാൻ പറ്റാത്ത ഒരാള്. സ്പെഷ്യൽ മെൻഷൻ ഉണ്ട് നമ്മളെ ഇവിടുത്തെ നിഖിൽ കാരമുട്ടൻ. 2024 6 സിനിമ ഇറങ്ങിയിട്ട് 6 സിനിമ മാത്രമേ കുറിച്ച് കാണാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് 10 ലിസ്റ്റ് ആവാതെ പോഡ്കാസ്റ്റിൽ പങ്കെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് അറിയിച്ചിട്ട് കൂട്ടാൻ വന്നിട്ടില്ല. അതാ സംഭവം. പിന്നെ നുണക്കുഴി ഉണ്ട്. നുണക്കുഴി പോലെ വേറൊരു മൂവി കൂടി ഉണ്ടല്ലോ. ജിത്തു ജോസഫ് കോമഡി ഇഷ്ടപ്പെടുന്ന ഈ 2024 കോമഡി ഇവനില്ല. ഇവൻ ഏത് തൊട്ടാണ് പോയത്? നമുക്കൊരു സിനിമ ആണ്. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇറങ്ങിയ മലയാള സിനിമയൊക്കെ നമ്മൾ ഏകദേശം കണ്ടുപോകുന്നുണ്ട്. പിന്നെ നമുക്കൊരു സിനിമ ആണ് ഏലിന്റെ സിനിമയുണ്ട്. ഞാൻ മുംബൈ കണ്ടിട്ട് ഏലിയൻ ട്രാവൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കണ്ടതാ. കണ്ടത്. അപ്പൊ അതൊക്കെ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സംഭവമായിരുന്നു അത്. പക്ഷെ ഞാൻ പറയട്ടെ, ആ സിനിമേന്റെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് കളഞ്ഞത് ഒരു നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണാനായിരുന്നു.
നല്ല സിനിമ. നമ്മള് ഫസ്റ്റ് ഇങ്ങനെ സിനിമേന്റെ ബിൽഡപ്പ് ആണ് മൊത്തം ഏലിയൻ വരും ഭയങ്കര മൊത്തം ബിൽഡപ്പ് ഇങ്ങനെ വന്ന് നല്ല രസമുണ്ട്. ഒരു സ്പേസ്ഷിപ്പിൽ നടക്കുന്ന കഥ മൊത്തം ഇങ്ങനെ ഏലിയൻ വരും. പക്ഷെ നമ്മളുണ്ടല്ലോ ഏലിയൻ വരാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തുമ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്താ ഓരോരുത്തരുടെ പിന്നെ എങ്ങനെ ആ സിനിമ തിരിഞ്ഞ് നമ്മൾ നോക്കുന്നത് കൂടെ ഇരുന്നിട്ട് എടുത്ത തീരുമാനവും കൂർക്കം വിളിച്ചോണ്ട് തിയേറ്റർ വിൻഡോസ് കൂർക്കം വിളിക്കുന്നത്. ഫോട്ടോ വെച്ച് കൊടുക്കണേ. പിന്നെ എങ്ങനെ ആ സിനിമ നല്ല സിനിമ അതൊരു വേറെ ഇറങ്ങി വിജയിന്റെ ചെറുപ്പത്തിനാണ് കോമഡി മൂവിലൊന്നും ഇടയിൽ പിന്നെ മന്ദാകിനിയുണ്ട്. മന്ദാകിനി നല്ലൊരു ഫീൽ ഗുഡ് തമാശ. ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ മൂവിയാണെന്ന് തോന്നുന്നില്ല എനിക്ക്. അത് ആ ഒരു മറ്റേ ബ്രഹ്മയുഗം ആ ഒരു പടത്തിന്റെ കൂടെ ഇറങ്ങിയിട്ട് കമ്പയർ ചെയ്യല്ല. ആ ഒരു സമയത്ത് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം സ്റ്റോറി നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കണ്ടു. അവനൊരു ഇതാവുന്നില്ല സംഭവല്ലേ അത് അവർക്ക് അതിലും ബെറ്റർ ആയിട്ട് എടുക്കാൻ പറ്റും ആ മൂവി. പക്ഷെ സ്റ്റോറി ഒന്നും എനിക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ല. പക്ഷെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് ബെറ്ററായിട്ട് തോന്നും. പിന്നെ ആ മറ്റേ പാട്ടും മറ്റേ പാട്ടില്ലേ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് തിയേറ്റർ കണ്ടപ്പോണ്ടല്ലോ തിയേറ്ററിൽ നമ്മൾ ഏകദേശം ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആയിട്ട് കണ്ടത്. തിയേറ്റർ ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ അത് എന്താ അറിയോ നമ്മ ക്രൗഡിൽ കാണുമ്പോ നമ്മ വീട്ടിൽ നിന്ന് കാണുമ്പോ അല്ലേ വ്യത്യാസമുണ്ട്. എനിക്ക് നെവിൻ പോളിയൊക്കെ വന്ന് പിന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ നിവിൻ പോളിയുടെ മറ്റേ ഫസ്റ്റ് ആ ഷൂട്ടിംഗ് സീൻ ആണെങ്കിലും അതുപോലെ ഒറ്റ പിന്നെ ഇവനെ സ്റ്റേജ് കയറ്റിട്ട് അതൊക്കെ ഭയങ്കര തിയേറ്ററൊക്കെ ഭയങ്കര സീനായിരുന്നു. പിന്നെ നെവിൻ പോളിന്റെ വേറൊരു സിനിമ മലയാളി ഫ്രം അത് ഞാൻ കണ്ടായിരുന്നു. പക്ഷെ അത്ര ഇല്ല. പിന്നെ ഒഴിവാക്കിയ മൂവിയുണ്ട് നമുക്ക് ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്രിക്കറ്റ് കളിയും കിട്ടില്ല സിനിമ കാണണ്ട. ഞാൻ പറഞ്ഞത് പാരഡൈസ് കണ്ടിട്ടുണ്ടോ? കാണാൻ ചാൻസ് ഇല്ല. അത് കിട്ടില്ല സിനിമയാണ്. മീൻസ് റോഷനും പിന്നെ അതേപോലെ തന്നെ അത് നല്ല ഭയങ്കരമായ വിഷ്വലി ഭയങ്കര സ്ലോ പേസ് പടം കുറവാണ്. പിന്നെ വേറെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ളൊക്കെ തിയേറ്റർ പോയി കണ്ടോ? വിശ്വ സിനിമയായിരുന്നു. മലക്കോട്ടെ രീതിയിൽ ആ പടം ഭയങ്കര എനിക്ക് ഭയങ്കര ബോറായിട്ട് തോന്നിയ പടമൊന്നുമല്ല. പക്ഷേ എനിക്കും ആ മൂവി ഓക്കെയാണ്. ഈ ആൾക്കാർ ഭയങ്കര കുറ്റം പറയുന്നില്ലേ, അത്ര വലിയ അതല്ലേ മോഹൻലാൽ ഒരു സിനിമ ഇറങ്ങുന്നത് പറഞ്ഞാൽ ഇപ്പം ബറോസിന് ഹൈപ്പ് ഉണ്ടായിട്ടില്ല തോന്നല്ലേ? ഹൈപ്പ് ഉണ്ടായിരുന്നു 2 കൊല്ലം മുന്നേ. തമിഴ് പടമില്ലേ മറ്റേ പട്ടാളത്തിന് ഒരു മമ്മൂട്ടി അതല്ല ആ പടമില്ലേ സംഭവം റിയൽ ലൈഫ് സ്റ്റോറിയല്ലാണ്. അത് ഫസ്റ്റ് ഇവള് ഫോൺ വിളിക്കുമ്പോ ഒരു ഫൈറ്റ് വരില്ലേ, ആ ഫൈറ്റിൽ കഥ തീർന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ
ഇപ്പൊ നമ്മ കഥ നമുക്കറിയാം. പിന്നെ അവൻ മലയാളം ഭയങ്കര കുഞ്ചായിട്ട് എനിക്ക് തോന്നി. ഒരു മലയാളം ആവശ്യമില്ലായിരുന്നു. ഏതൊക്കെ ഒരു മലയാളിനെ പിടിച്ചിട്ടായിരുന്നു അല്ലെ ഡബ് ചെയ്താലും മതിയായിരുന്നു. പക്ഷെ ഈ തമിഴ് സിനിമയിലെ മലയാളം ഡയലോഗ്സ് ശ്രദ്ധിച്ചിട്ടില്ലേ, അതിങ്ങനെയായിരിക്കും. പക്ഷെ കൊറേ ഇല്ലാണ്ടാന്ന് തോന്നുന്നു. പിന്നെ വാഴയത്ത് തമിഴ് ഭയങ്കര ആ ചെക്കൻ പറയുന്ന കുറെ ഡയലോഗ്സ് ഒക്കെ ഭയങ്കര റൈഫിൾ ക്ലബ്ബ് ഇക്കൊല്ലം ഇറങ്ങിയോണ്ടല്ലേ? ഇയാൾക്ക് അറിഞ്ഞോ? കഴിഞ്ഞ ആ ശരിയാണല്ലേ, നമ്മള് കഴിഞ്ഞ പറ്റേണ്ടത്. അത് 2025 അത്രയും ചെറിയൊരു 2024 ക്രിസ്മസ് ക്രിസ്മസിനായിട്ട് ക്രിസ്മസിനൊന്നല്ല. പക്ഷെ നമ്മള് കണ്ടത് ഈ അടുത്താണ്. അത്ര നാൾ കൂടിയത്. പക്ഷെ നമ്മള് മാത്രമേ ഉണ്ടായിരുന്നു തോന്നി. അതിന്റെ സെൽഫി ഉണ്ട്. ഞാനും തിയേറ്ററിൽ വേറെ നമ്മള് ഒഴിവാക്കിയ സിനിമ ബോട്ടിലുണ്ടല്ലോ, ബോട്ടുണ്ട് കേട്ടാ. കന്നഡ പടമൊന്നുമില്ല. കന്നഡ മറ്റേത് രജനി പക്ഷെ ഞങ്ങൾക്ക് അത്ര ഇതായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഭയങ്കര lag ആയിരുന്നു. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ തങ്കാളൻ കിട്ടില്ല സിനിമ. സംഘാടനം നല്ല നല്ല അവിടെ ഇറങ്ങിക്കൊണ്ടിട്ട് ഇറങ്ങി. തക്കളെ സൂര്യല്ലേ പിന്നെ വിക്രം പിന്നെ കൽബിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കൽബ് ഞാൻ കണ്ടില്ല. ഗൾബ് കാണാൻ പറ്റില്ല അല്ലേ? എന്റെ ഞാൻ പറയാം, ഞാൻ അവിടെയാണ് പടം കാണാതിരുന്നത്. എനിക്ക് ഞാൻ സാധാരണ പടം കാണുന്ന സമയത്ത് അവളോടൊക്കെ ഫോൺ മാറ്റി വെക്ക്, എല്ലാം മാറ്റി വെക്ക്. സിനിമ കാണുന്നുണ്ടെങ്കിൽ സിനിമ കാണുന്ന രീതിയിൽ ഇരുന്നിട്ട് സിനിമ കാണുന്ന ആളാണ് ഇപ്പൊ ടി വി കാണുന്ന സമയത്ത്. ഒരു കുറച്ച് സമയം കഴിഞ്ഞ ഞാൻ ഇങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഈ ഫുട്ബോൾ ഓപ്പണായി. അത് മുന്നേ ഇറങ്ങിയില്ല. ഈ വർഷം ഇല്ല, അത് പക്ഷെ ഓട്ടിട്ട് ഇറങ്ങിയത് ഈ ഇടയ്ക്കാ. ഈ അടുക്ക സൗദ അയാൾ ആക്ടിങ് ആണ് കുറച്ചും കൂടി ബെറ്റർ എന്നാണ് തോന്നിയത്. അതിന് അത് ഒരു സമയത്ത് എന്തോ ആയപ്പോ എന്നെ ക്ലബിൽ നിന്ന് എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. അതൊരു എടുത്ത് ഞാൻ ഓടി രക്ഷപ്പെട്ടു. അവള് ബാക്കി പറ്റൊക്കെ കണ്ടു. അതിന്റെ കരഞ്ഞൊന്നുമില്ല. അവളും ഏകദേശം മുക്കാൽ കണ്ടിട്ട് അവള് മതിയാക്കിയാണ് പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോറി. കണ്ടില്ലേ? ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റും. മഹിമയാണ് അത് നമ്മളെ അല്ലേ? കാസർഗോഡ് ഓൾ വി ഇമാജിൻ എ സ്റ്റേറ്റ് കണ്ടോ? ഓൾ വി ഇമാജിൻ എ സ്റ്റേറ്റ് ഞാൻ കണ്ടു. അത് നല്ല സിനിമ. നല്ല സിനിമയാണ്. പല്ലൊട്ടി നല്ലൊരു അയാം കാതലും കണ്ടിട്ടുണ്ട്. അയാൾ കാതലൻ ഇപ്പൊ നോട്ടിയിട്ടില്ല. തിയേറ്ററിൽ പോയി കാണാൻ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാ. പക്ഷെ ഒരു ചെറിയ സിനിമ, ചെറിയ നല്ല സിനിമ. അപ്പൊ ഏകദേശം 2024 ബെസ്കല്ലേ? ഞാൻ ചോദിച്ചിട്ടാണ്. ഞാൻ ചോറ് ചെയ്തിട്ടാ. ഞാൻ വിചാരിച്ചില്ല 10 പോയിന്റ് ലിസ്റ്റ് 10 പറയുന്നു പോകുന്നല്ല അമ്മ വിചാരിച്ചത്. ചട്ടോടെ പറയായിരുന്നു. ചേട്ടാ പറയാറുണ്ട് നമ്മളെ ഫസ്റ്റ് എങ്ങനെ സംസാരിക്കും സംസാരിക്കാനിരുന്നു. ഇത്രയും തോന്നി എങ്ങനെ 1/2 മണിക്കൂർ സംസാരിച്ചിട്ട് ഏഴാം തോന്നി എത്തിയിട്ടുണ്ടായി നമ്മള്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ വാട്സപ്പ് ഏകദേശം പെർസ്പെക്റ്റീവ് ആണ്. അതേപോലെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റിലേക്ക് ഇത്രയും നമ്മൾ സംസാരിക്കാൻ പറ്റുന്നത് ഞാൻ തിയേറ്റർ നത്തോണ്ട് ഇപ്പൊ ആടുന്നൊരു കൂട്ടത്തിലേക്ക് നാളെ പഠിക്കുമോ? അയ്യോ. അങ്ങനെയാണ് നമ്മുടെ ഓക്കെ, അപ്പോ ഇന്നത്തെ പോഡ്കാസ്റ്റ്, ഇന്നത്തെ വീഡിയോ വ്ലോഗ് നിങ്ങൾക്ക് ഇതിന് എന്ത് വേണം കയറ്റെടുക്കാം. എന്താ പറയും? ഓക്കെ, അപ്പോ കുത്തിയിരുന്ന് കാണാം. നമ്മളെ സ്പോട്ടിഫൈയിലും ഇടുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. വിശന്നുകൊണ്ട് ഊർജം കുറച്ച് കുറവാണ്, നിങ്ങൾ പോയിട്ട് കേൾക്കണം. ഇയാൾ മനസ്സിലും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ബൈ ഫ്രം നാടൻ സിറ്റി പോഡ്കാസ്റ്റ്.